ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്തെ റേഷൻ കടകളുടെ പ്രവർത്തന സമയം വീണ്ടും മാറ്റിയതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ ഉഷ്ണതരംഗം കണക്കിലെടുത്ത് മെയ് 3 മുതൽ റേഷൻ കടകളുടെ പ്രവർത്തന സമയം രാവിലെ 8 മുതൽ 11 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ 8 മണി വരെയും ആക്കിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ വ്യാപകമായ വേനൽ മഴയെ തുടർന്ന് സംസ്ഥാനത്ത് പൊതുവെ ചൂട് കുറഞ്ഞതിനാൽ മെയ് 17 വെള്ളിയാഴ്ച മുതൽ റേഷൻ കടകളുടെ പ്രവർത്തന സമയം പഴയതുപോലെ ആക്കിയിരിക്കുകയാണ്. അതിനാൽ മെയ് 17 വെള്ളിയാഴ്ച മുതൽ റേഷൻ കടകൾ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെയുമായിരിക്കും പ്രവർത്തിക്കുക. മറ്റൊരറിയിപ്പ്, ഇപ്പോൾ നടക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും രാജ്യത്തെ 80 കോടിയോളം വരുന്ന ഭക്ഷ്യഭദ്രതാ സ്കീമിൽ പേരുള്ളവർക്ക് 5 വർഷവും സൗജന്യ റേഷൻ ലഭിക്കുമെന്ന് ഉറപ്പായി. സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കാണ് സൗജന്യ റേഷൻ ലഭിക്കുന്നത്. നിലവിൽ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരം അടുത്ത 5 വർഷത്തേക്ക് മാസത്തിൽ കാർഡിലെ ഒരംഗത്തിന് 5 കിലോ ഭക്ഷ്യധാന്യം സൗജന്യമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ 10 കിലോ വീതം സൗജന്യ റേഷൻ നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു വാഗ്ദാനം കർണാടക ഇലക്ഷനിൽ നൽകുകയും അധികാരത്തിൽ എത്തിയ ഉടനെ സിദ്ധരാമയ്യ സർക്കാർ അത് നടപ്പാക്കിയതായും അദ്ദേഹം വ്യക്തമാക്കി. ഇതോടെ ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് സൗജന്യ റേഷൻ ലഭിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. അടുത്ത അറിയിപ്പ്, കടുത്ത ധനപ്രതിസന്ധിക്കിടെ കടമെടുപ്പിന് ഉടൻ അനുമതി ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാർ കത്തയച്ചു. സർക്കാർ ജീവനക്കാർ കൂട്ടത്തോടെ വിരമിക്കുന്ന ഈ മാസം ആനുകൂല്യങ്ങൾ നൽകാൻ 7500 കോടിയോളം രൂപ ആവശ്യമുള്ള സാഹചര്യത്തിലാണ് ഇത്. അനുവദിച്ച 3000 കോടി വായ്പ മുഴുവൻ സംസ്ഥാനം എടുത്തിരുന്നു. 10,000-ലേറെ സർക്കാർ ജീവനക്കാരാണ് ഈ മാസം വിരമിക്കുന്നത്. ഇത്രയും പേർക്കുള്ള വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകാൻ മാത്രം 7500 കോടിയോളം വേണം. ഏപ്രിൽ മുതൽ മാസം തോറും ക്ഷേമ പെൻഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും 6 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ്. 1 മാസത്തെ കുടിശ്ശിക അടുത്തയാഴ്ച നൽകാനാണ് ധനവകുപ്പ് ശ്രമിക്കുന്നത്. ഇതിന് 900 കോടി വേണം. അടുത്ത മാസം ആദ്യം ശമ്പളവും പെൻഷനും കൊടുക്കാനും പണം കണ്ടെത്തണം. കടമെടുക്കുന്നതിനുള്ള അന്തിമാനുമതി കേന്ദ്ര സർക്കാർ ഇതുവരെ നൽകാത്തതാണ് പ്രതിസന്ധി. മെയ് ആദ്യം വായ്പാ അനുമതി കിട്ടാറുള്ളതായിരുന്നു. ഈ വർഷം 37,512 കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് അർഹതയുണ്ടെന്ന് പറഞ്ഞെങ്കിലും ആദ്യത്തെ 9 മാസം എടുക്കാവുന്ന തുക എത്ര എന്ന് ഇതുവരെ കേന്ദ്രം അറിയിച്ചിട്ടില്ല. ആ അനുമതി കിട്ടാതെ ഇനി കടമെടുക്കാനാവില്ല. മുൻകൂറായി 5000 കോടി കടമെടുക്കാൻ അനുമതി തേടിയപ്പോൾ കിട്ടിയത് 3000 കോടി മാത്രമായിരുന്നു. ഇക്കാര്യം ഓർമ്മിപ്പിച്ചും സംസ്ഥാനത്തെ ധനസ്ഥിതി വ്യക്തമാക്കിയും ധന അഡീഷണൽ ചീഫ് സെക്രട്ടറി കേന്ദ്ര ധനമന്ത്രാലയത്തിന് കഴിഞ്ഞ ദിവസം കത്തയച്ചു. ഇതുവരെ കേന്ദ്രത്തിൽ നിന്ന് മറുപടി കിട്ടിയിട്ടില്ല. മറ്റു മാർഗമൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ പെൻഷൻ പ്രായം ഉയർത്തിയേക്കുമെന്ന അഭ്യൂഹം സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്കിടയിൽ ശക്തമായുണ്ട്. ഇതുവഴി വിരമിക്കൽ ആനുകൂല്യങ്ങൾ അടുത്ത വർഷത്തേക്ക് നീട്ടിവെക്കാൻ കഴിയും. എന്നാൽ LDFന്റെ നയപരമായ തീരുമാനം വേണ്ടതിനാൽ പെൻഷൻ പ്രായം നീട്ടൽ ഇപ്പോൾ അജണ്ടയിലില്ലെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി. ഈ ഒരു ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക.